നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. പക്ഷേ അതിനേക്കാളെല്ലാം ഒരു വിക്ടർ ഗ്യോക്കറസിന്റെ സിറ്റുവേഷൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് പറയണം. പക്ഷേ ഇന്നലെ രണ്ട് ഹിയർ വി ഗോ വന്നു. മറ്റൊന്നുമല്ല, മെയിൻലി ഹ്യൂഗോ എക്കിറ്റിക്കെ ടു ലിവർപൂൾ, ഹിയർ വി ഗോ ഫോർ 95 മില്യൺ യൂറോസ് കാര്യം നടന്നിട്ടുണ്ട്. ടോട്ടൽ പാക്കേജ് 95 മില്യൺ ആണ്. സോ എല്ലാം ഡൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ റിക്കാർഡ് റിയോസിനെയും ബെൻഫീക്ക ഹിയർ വി ഗോ വന്നിട്ടുണ്ട്. ബെൻഫീക്ക സൈൻ ചെയ്തിട്ടുണ്ട്. സോ എന്താണ് ലിവർപൂൾ എക്കിറ്റിക്കോട് പറയാനായിട്ടുള്ള ബെൻഫീക്ക ഫാൻസ് ഉണ്ടെങ്കിൽ അവരുടെ ഒപ്പീനിയൻ പറയാൻ. റിക്കാർഡ് റിയോസ് റോമയുടെ കയ്യിൽ നിന്ന് റോമ പോവത്തുള്ളൂ എന്ന് പറയുന്ന പ്ലെയറിനെയാണ് അവസാനം ബെൻഫീക്ക കൺവിൻസ് ചെയ്ത് കൊണ്ടുവന്നത്. സോ ലെറ്റ്സ് സീ. അത് ഇപ്പം ലിവർപൂൾ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും ഇസാക്ക് ഡീലിൽ നിന്ന് ലിവർപൂൾ ഇപ്പോഴും ഓഫ് ആയിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഒരു സ്ട്രൈക്കറിനെയും കൂടെ, വിങ്ങർ അല്ല, ഒരു സ്ട്രൈക്കറിനെയും കൂടെ നോക്കുന്നുണ്ട്. ഇപ്പൊ റോഡ്രിഗോയിലോട്ട് പ്രയോറിറ്റി നീങ്ങിയിട്ടുണ്ട്. ലൂയിസ് ഡിയാസിന്റെ സെയിൽ നടക്കുവാണെങ്കിൽ, ബയൺ മ്യൂണിക്ക് ഇപ്പം വളരെ ക്ലോസ് ആണ് ഒരു ഡീൽ അഗ്രി ചെയ്യാനാണ് കേൾക്കുന്നത്. സോ ആ ഒരു ഡീൽ നടക്കുവാണെങ്കിൽ റോഡ്രിഗോ ഡീലിലോട്ട് സീരിയസ്ലി ലിവർപൂൾ എൻ്റർ ആവും. ഓൾറെഡി ടോക്സ് തുടങ്ങി. പ്ലെയർ ക്ലബ്ബ് ലീവ് ചെയ്യാനൊരു ഡിസിഷൻ എടുത്താൽ ലിവർപൂൾ പ്രൊസീഡ് ചെയ്യും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹ്യൂഗോ എക്കിറ്റിക്കെ മാത്രമായിരിക്കത്തില്ല, ഒരു സ്ട്രൈക്കറോടെ കാണും. റോഡ്രിഗോ വിങ്ങറായിട്ട് വരും. ആൻഡ് വൺ മോർ സ്ട്രൈക്കർ കാണും. ഇസാക്ക് ഡീലിൽ നിന്ന് കംപ്ലീറ്റ്ലി ഇപ്പോഴും ലിവർപൂൾ ഔട്ട് ആയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ലാസ്റ്റ് മൊമെന്റ് ഒരു ട്രൈയും കൂടെ മേ ബി ഇസാക്കിന് വേണ്ടി നടത്തിയേക്കാം, അല്ലെങ്കിൽ മറ്റൊരു സെന്റർ ഫോർവേഡ് ഓപ്ഷൻ, അത് ആരാണെന്ന് അറിയത്തില്ല, ലിവർപൂൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്ന് വാർത്തകൾ വരുന്നുണ്ട്. സോ ആരായിരിക്കും ആ പ്ലെയർ? വിൽ ലിവർപൂൾ ഗെറ്റ് ഇസാക്ക്? എനിക്ക് അത് ഡിഫിക്കൽട്ടായിട്ടാണ് തോന്നുന്നത്. കാരണം ഒന്ന് ന്യൂകാസൽ യുണൈറ്റഡ് റിയലി അവർ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്ലെയറിനെയാണ് ലിവർപൂൾ ഹൈജാക്ക് ചെയ്തത്. സോ ഇനിയിപ്പോൾ ഇസാക്കിന് വേണ്ടി നെഗോഷിയേറ്റ് ചെയ്യാൻ പോകുമ്പോൾ കാര്യങ്ങൾ എങ്ങനെ പോകുന്ന അറിയത്തില്ല. ആൻഡ് ഇസാക്കിന്റെ ഏജന്റും അതുപോലെ തന്നെ എഡി ഹൗ കഴിഞ്ഞ മാച്ചിൽ സെൽറ്റിക്കിന് അഗേൻസ്റ്റ് പ്രീ സീസൺ ഫ്രണ്ട്ലിക്ക് ശേഷം പറയുകയുണ്ടായി, ഇസാക്ക് അഥവാ ക്ലബ്ബ് വിടുവാണെങ്കിൽ അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, അവന്റെ പ്രഷർ കൊണ്ടാണ് ഞങ്ങൾ വിടുന്നത് എന്നുള്ള രീതിയിൽ എഡി ഹൗ പോസ്റ്റ് മാച്ച് ആ ഒരു പ്രസ് കോൺഫറൻസിൽ നമുക്ക് കിട്ടിയ ഒരു ഫൈനൽ വെർഡിക്റ്റ് അങ്ങനെയാണ്. സോ ഇസാക്കിന്റെ ഭാഗത്തുനിന്ന് നല്ല പ്രഷർ ഉണ്ട്. അത് തന്നെയാണ് ഇസാക്കിന്റെ ഏജന്റ് ഇപ്പം പബ്ലിക്കലി ഒരു പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഇസാക്കിന്റെ സിറ്റുവേഷൻ സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസാക്ക് ഉടനെ തന്നെ ഡിസിഷൻ എടുക്കും. ന്യൂകാസലിൽ തുടരണോ അതോ മറ്റൊരു ക്ലബിലോട്ട് നീങ്ങണോ, ഞങ്ങൾ ആ കാര്യത്തിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് ആൾ പറയുന്നത്. സോ ലെറ്റ്സ് സീ എങ്ങനെ പോകുമെന്ന്. അവിടെ അടുത്ത അപ്ഡേറ്റ്സിനോട് പറഞ്ഞാണ് ഗ്യോക്കറസിന്റെ കാര്യം പറഞ്ഞാൽ തുടങ്ങാം. സോ വിക്ടർ ഗ്യോക്കറസിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഹൈജാക്ക് ചെയ്യാൻ നോക്കുന്നു എന്നുള്ള രീതിയിൽ വാർത്തകൾ ഇന്നലെ വളരെ സ്ട്രോങ് ആണ്. ഫാബ്രിസോ റൊമാനൊക്കെ വന്ന് പറയുകയുണ്ടായി, ഇല്ല, ഈവൻ ദോ ക്ലബ്ബുകൾ തമ്മിൽ ഡിസ്കഷൻ നടത്തിയിട്ടുള്ളതെന്നുള്ള കാര്യം ഓൾമോസ്റ്റ് കൺഫേം ആണ്, പക്ഷേ പ്ലെയർ ആർസണൽ മാത്രം മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഗ്യോക്കറസും ആർസണലും തമ്മിൽ പേഴ്സണൽ ടൈംസ് നേരത്തെ അഗ്രി ചെയ്തു. അതിനാണ് സ്പോർട്ടിങ്, നമുക്കറിയാം അവർ ഇന്ന പ്രൈസ് കിട്ടിയാലേ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞ വാശിയിലായിരുന്നു. അങ്ങനെ സ്പോർട്ടിങ്ങുമായിട്ട് ഒരു ലോങ് നെഗോഷിയേഷന് ശേഷം ഈവൻ ഇങ്ങനെ, അതായത് നമ്മുടെ ഗ്യോക്കറസിന് കിട്ടാനായിട്ടുള്ള പല, അതായത് ഈ സെയിൽസ് നടക്കുവാണെങ്കിൽ കിട്ടേണ്ട പല ഫീസും പിന്നെ പുള്ളിക്ക് കിട്ടാനുള്ള സാലറിയുടെ ചെറിയൊരു എമൗണ്ടും പുള്ളി വേണ്ടാന്ന് വെച്ചു ഈ ഡീൽ ഡൺ ആക്കാനായിട്ട്. അങ്ങനെ ആഡ് ഓൺ സ്ട്രക്ചറും പെർമനന്റ് ഫിക്സഡ് ഫീസും ഒക്കെ സെറ്റ് ചെയ്തു. ലാസ്റ്റ് മൊമെന്റ് കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാനായിട്ട് പോയപ്പോഴേക്കും ആർസണലിനരികെ ആഡ് ഓൺ സ്ട്രക്ചറിൽ മാറ്റം വേണമെന്നും നമ്മൾ അഗ്രി ചെയ്ത ടൈംസ് അല്ല, പുതിയ കുറച്ച് ഡിമാൻഡുകൾ നമ്മൾ നോക്കാനായിട്ടാണ് സ്പോർട്ടിങ് ആർസണലിന്റെ ഫ്രണ്ട് വെച്ചു. സോ ആർസണൽ നമുക്കറിയാം അതൊരു ശരിയായിട്ടുള്ള ഇതാണോ എന്ന് ചോദിച്ചാൽ അല്ല. സോ ആർസണൽ റൈറ്റ്ഫുള്ളി, എൻ്റെ ഒരു ഒപ്പീനിയനിൽ ആർസണലിന് എല്ലാ റൈറ്റ്സും ഉണ്ട്. ലാസ്റ്റ് മൊമെന്റ് അവരെ ഈ ഡീലിൽ നിന്ന് പിന്മാറ്റാനായിട്ട് നോക്കുമ്പോൾ, അഥവാ ഈ ഡീലിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് നോക്കുമ്പോൾ ഏതൊരു ക്ലബിനാണ് ഫ്രസ്ട്രേഷൻ വരും. ഓൾറെഡി ഒരു ലോങ് നെഗോസിയേഷൻ ആർസണൽ അവരുടെ ടൈംസിലോട്ട് ലാസ്റ്റ് അഗ്രി ചെയ്യുമായിരുന്നു. പ്ലെയറും നല്ലപോലെ വർക്ക് എടുത്തു, പ്ലെയറും നല്ലപോലെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. സോ ഈ ആഡ് ഓൺസിൽ ഇനി മാറ്റം വേണമെന്ന് പറഞ്ഞു, കൂടുതൽ പ്രൈസ് ഡിമാൻഡ് ചെയ്തു. ആഡ് ഓൺസിൽ വീണ്ടും ഈസി ആഡ് ഓൺസ് ആക്കണം, കൂടാതെ ആഡ് ഓൺസിൽ ഡിമാൻഡ്സ് വന്നു. സോ എല്ലാം കൂടെ ആയപ്പോഴേക്കും ആർസണൽ ഇപ്പം സ്പോർട്ടിങ്ങിനോട് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ നിങ്ങളുടെ ബുള്ളിങ്ങിന് നിന്ന് തരാൻ റെഡിയല്ല, നമ്മൾ എന്താണോ അഗ്രി ചെയ്തത് ആ ഡീലുമായിട്ട് തന്നെ മുന്നോട്ട് പോയാൽ മതി എന്നുള്ള രീതിയിലാണ് ആർസണൽ ഇരിക്കുന്നത്. കാരണം ആർസണൽ ഈ ഒരു പ്രഷർ വിക്ടർ ഗ്യോക്കറസിനും ഏജന്റിനെയും ഫ്രണ്ട് വിട്ടേക്കാണ്. കാരണം ആർസണൽ ഇപ്പം നെഗോഷിയേറ്റ് ചെയ്യുന്നില്ല. ആർസണൽ എന്താണോ സ്പോർട്ടിങ് പറയുന്നത് ആ ഒരു ടൈംസ് അഗ്രി ചെയ്യത്തില്ല. സോ നിങ്ങളുടെ ആഡ് ഓൺ സ്ട്രക്ചർ തരാൻ റെഡിയല്ല, അത് ഗ്യോക്കറസിനോട് ഏജന്റിനോട് പറഞ്ഞേക്കുവാണ്, എങ്ങനെയും ഈ സംഭവം സോർട്ട് ഔട്ട് ചെയ്യുക, വി വിൽ മൂവ് ഫോർവേഡ്. സോ ഗ്യോക്കറസും ആളുടെ ഏജന്റും വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആണ്. അവർ വീണ്ടും എങ്ങനെയും ടൈംസ് അഗ്രി ചെയ്യാനായിട്ട് നോക്കുവാണ്. അതാണ് ഈ ലാസ്റ്റ് മൊമെന്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡീലിൽ എൻ്റർ ആയതും എന്താണോ സ്പോർട്ടിങ്ങിന്റെ ഡിമാൻഡ് അത് മീറ്റ് ചെയ്യാനായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റെഡിയാണെന്നുള്ള രീതി വാർത്തകൾ വന്നു. സോ ആർസണൽ ഓഫർ ചെയ്യാനായിട്ട് റെഡിയാണ്. സാലറി വൈസും പ്ലെയറിന്റെ ഡിമാൻഡ് എന്താണോ മേ ബി അതിനേക്കാൾ കൂടുതലും ചിലപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുമായിരിക്കും. സോ അഥവാ ഈ ആർസണൽ ഡീൽ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ യുണൈറ്റഡ് ചിലപ്പോൾ എൻ്റർ ആവാം, പക്ഷെ പ്ലെയർ ആർസണൽ മാത്രം മതി എന്ന് പറഞ്ഞിരിക്കുകയും കൂടാണ്. സോറി ഫോർ ദാറ്റ് സോൺ. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ
എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആപ്പാട് നിൽക്കുവാണ്. നമുക്ക് നോക്കാം. അപ്പോൾ യുണൈറ്റഡിന്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു സ്ട്രൈക്കറിനെയും കൂടെ കൊണ്ടുവരും എന്നുള്ള കാര്യം കൺഫേം ആക്കിയിട്ടുണ്ട്. നിക്കോളാസ് ജാക്സണും സെസ്കോയ്ക്കും വേണ്ടി ടോക്സ് നടത്തി എന്നുള്ള രീതിയിൽ വാർത്ത കൺഫേം ആക്കിയിട്ടുമുണ്ട്. സോ ഇതിൽ സെസ്കോ എക്സ്പെൻസീവ് ആയിരിക്കും. നിക്കോളാസ് ജാക്സൺ റൈറ്റ് പ്രൈസ് കിട്ടിയാൽ ചെൽസി വിൽക്കുമെന്ന് തന്നെയാണ് കേൾക്കുന്നത്. സോ നിക്കോളാസ് ജാക്സന്റെ ഏജന്റുമായിട്ട് യുണൈറ്റഡ് ടോക്സ് നടത്തിയിട്ടുണ്ട്. സോ ഈ ഡീൽ പോസിബിൾ ആണ്. യുണൈറ്റഡ് പുള്ളി ചെയ്തേക്കാന്ന് കേൾക്കുന്നുണ്ട്. സെസ്കോയും അടുത്ത ടാർഗറ്റ് ആണ്. യോക്കറസിന്റെ ഡീൽ ഹൈജാക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും അൾട്ടിമേറ്റ് ടാർഗറ്റ്. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ജാക്സൺ ടു യുണൈറ്റഡ് മേക്ക് സെൻസ്, അതോ സെസ്കോ ടു യുണൈറ്റഡ് മേക്ക് സെൻസ്? ഏതാണ് നിങ്ങൾക്ക്? അതോ മറ്റേറ്റാനെ വേണം? മറ്റേറ്റായിട്ടും ടോക്സ് നടത്തിയായിട്ട് കേട്ടിരുന്നു. ഒലേ വോക്കിൻസ് ലിങ്ക്സ് ഉണ്ടായിരുന്നു. കാൽവിറ്റോട്ടും വിൽസണിലോട്ടും ഇനി പോകും തോന്നില്ല. സോ എന്താണ് നിങ്ങൾക്ക് ഈ ഡീൽസിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ എന്ന് പറയാം. അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഗോൾ കീപ്പർ സിറ്റുവേഷനും സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പം വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലിങ്ക്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, സെനെ ലാമൻസ് എന്ന് പറയുന്ന റോയൽ ആൻഡ്വർപ്പിന്റെ 23 വയസ്സായ ഗോൾ കീപ്പർ ആയിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്ട്രോങ്ലി ലിങ്ക്ഡ് ആണ്. 17 മില്യൺ പൗണ്ട്സ് ആണ് ആൻഡ്വർപ്പ് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ യുണൈറ്റഡ് അത് മീറ്റ് ചെയ്യാനായിട്ട് റെഡി ആണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. സോ യുണൈറ്റഡ് ഒരു ഗോൾ കീപ്പർ സിറ്റുവേഷൻ സോർട്ട് ഔട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മിഡ്ഫീൽഡ് അഡീഷൻസിന്റെ കാര്യം. സോ മിഡ്ഫീൽഡിൽ ഒരു എക്സാക്ട് നെയിം ലിങ്ക് ആയി വരുന്നില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ കേട്ടോണ്ടിരിക്കുന്നത് ഫസ്റ്റ് ആയ സോഴ്സ് അല്ല, പല സോഴ്സിൽ നിന്ന് കേട്ടോണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എഡ്രസന്റെ പേര് വളരെ സ്ട്രോങ്ലി ലിങ്ക്ഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. സോ അവിടുന്ന് നമ്മൾ മറ്റു കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിലോട്ട് പോകാനായിട്ടാണെങ്കിൽ സ്ട്രാസ്ബർഗിലോട്ട് വീണ്ടും മമദോ സാറിനെ ലോണിന് വിട്ടിട്ടുണ്ട്. നമ്മൾ നോക്കാനായിട്ടാണ് ചെൽസി. അതുപോലെ തന്നെ ന്യൂകാസിൽ യുണൈറ്റഡ് ആണ് ജെയിംസ് ട്രാൻസ്ഫോർഡ് ഡീലിൽ നിന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ബേൺലി ആയിട്ടുള്ള ടോക്സ് പോസിറ്റീവായിട്ടല്ല പോയത്. സോ മാഞ്ചസ്റ്റർ സിറ്റി അവരുടെ ബൈബാക്ക് ഓപ്ഷൻ ട്രാഫോർഡിൽ ട്രിഗർ ചെയ്യാൻ പോവാണെന്നുള്ള രീതിയിൽ വാർത്തകൾ വളരെ സ്ട്രോങ് ആണ്. സോ അവിടെ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ആഡം വാർട്ടൺ ലിങ്ക്സ് സ്പേഴ്സുമായിട്ടും അതുപോലെ തന്നെ ലിവർപൂളുമായിട്ടും കേൾക്കുന്നുണ്ട്. പ്ലെയർ പ്രിഫർ ചെയ്യുന്ന ലിവർപൂൾ മൂവ് ആണെന്ന്. പക്ഷെ ലിവർപൂൾ പ്രിഫർ ചെയ്യുക നെക്സ്റ്റ് സമ്മറിലോ അല്ല ജാനുവരി വിൻഡോയിലോ വാർട്ടനെ കൊണ്ടുവരാനാണെന്നും. സോ പ്ലെയറിനോട് വെയിറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടതായിട്ടും വാർത്തകൾ കേൾക്കുന്നുണ്ട്. സോ ലിവർപൂളിൽ സെൻട്രൽ ബാക്ക് അഡീഷൻ കാണും, അറ്റാക്കിലും അഡീഷൻ കാണും, മിഡ്ഫീൽഡ് അഡീഷൻ ഗ്യാരണ്ടി അല്ലെന്നാണ് കേൾക്കുന്നത്. സോ മേ ബി അവരാണെങ്കിൽ വാർട്ടനെ ജാനുവരി കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സ്പേഴ്സ് ബിഹൈൻഡ് ദ സീൻസ് സ്ട്രോങ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. ആഡം വാർട്ടനായിട്ട് ഒരു ഡീൽ അഗ്രി ചെയ്യാന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത അപ്ഡേറ്റോട് പോകാനായിട്ടാണെങ്കിൽ നാപ്പോളി ആണെങ്കിൽ ബൊളോഗ്നയുടെ സെൻട്രൽ ബാക്ക് ഡച്ച് സെൻട്രൽ ബാക്ക് ആയ 26 വയസ്സുകാരൻ സാം ബെക്കോമേനെ 31 മില്യൺ യൂറോസിന് കൊണ്ടുവന്നിട്ടുണ്ട് ക്ലബിലോട്ട്. സോ അവിടെ നാപ്പോളി കിഡിലനായിട്ട് കുറെ സൈനിങ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കിയേസ ലിവർപൂളിന്റെ പ്രീ സീസൺ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സോ കിയേസ ലിവർപൂൾ വിടുമെന്നാണ് ഫാബ്രീസിയോ റൊമാനോ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഗാലറ്റസറയും അതുപോലെ തന്നെ നാപ്പോളിയും തമ്മിൽ ഒരു ഡീൽ അഗ്രി ചെയ്തിട്ടുണ്ട്. അവിടെയും ആ പാടെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. സോ ഇപ്പം വന്നിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ആളുടെ 75 മില്യൺ അല്ല 80 മില്യൺ യൂറോസ് 75 റിലീസ് കോസ്റ്റ് എന്ന് പറയുന്നത് 80 മില്യൺ യൂറോസ് പേ ചെയ്യാൻ ഇപ്പം ഗാലറ്റസറ റെഡി ആയിട്ടുണ്ട്. കൂടാതെ 2 വർഷത്തേക്ക് ഒരു ഇറ്റാലിയൻ ക്ലബിലോട്ട് വിൽക്കത്തില്ല എന്നുള്ള ഒരു ഗ്യാരണ്ടിയും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 10% ഫ്യൂച്ചർ സെല്ലോൺ ക്ലോസിന്റെ 10% നാപ്പിളിക്ക് കൊടുക്കാന്നുള്ളൊരു ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. സോ ഇത്ര ഡീലാണ് ചുരുക്കി പറഞ്ഞ നാപ്പിളി നല്ലപോലെ ഊറ്റിയിട്ടുണ്ട് ഗാലറ്റസറയെ. സോ അവിടെ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ട്രൊസാർഡ് ബയണുമായിട്ടുള്ള ലിങ്ക്സ് വളരെ സ്ട്രോങ് ആണ്. ബയൺ മ്യൂണിക്ക് ട്രൊസാർഡിന്റെ ഏജന്റുമായിട്ട് ടോക്സ് നടത്തിയെന്ന് കേൾക്കുന്നുണ്ട്. കൂടാതെ ആർസണൽ റൈറ്റ് പ്രൈസ് തന്നാൽ വിടാനും റെഡിയാണ്. പക്ഷെ ഒരു പുതിയ കോൺട്രാക്ട് ഓഫർ ചെയ്യാനും ആർസണലിന് താല്പര്യം ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെൽസി ഒരു നമ്പർ 10 വേണ്ടി മാർക്കറ്റിലുണ്ട്. ചാവി സിമൻസ് ലിങ്ക്സ് ഉണ്ട്, SA ലിങ്ക്സ് ഉണ്ട്. പക്ഷെ മോർഗൻ റോജേഴ്സ് ടോക്സും ബിഹൈൻഡ് ദ സീൻസ് നടക്കുന്നുണ്ട്. ജാക്സന്റെ സെയിൽ എസ്പെഷ്യലി നടക്കുവാണെങ്കിൽ മേ ബി മോർഗൻ റോജേഴ്സ് ലിങ്ക്സ് ഡീലിലോട്ട് എൻ്റർ ആയേക്കാം എന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഇപ്പം ട്രാൻസ്ഫർ ലോകത്ത് നടക്കുന്ന വാർത്തകളും വിശേഷങ്ങളും ഒക്കെ. നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും.